അമേരിക്കയിൽ ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് വരുന്നുണ്ട് എന്നൊരു വാർത്തയുണ്ട്. ഇത് ശരിയാണോ? ശരിക്കും ട്രംപിൻ്റെ നയങ്ങൾ കാരണം അവിടുത്തെ ആൾക്കാരുടെ എണ്ണം കുറയുന്നു, അതിന് ഒന്ന് ഈ പറയുന്ന തെറ്റായ വികല നയങ്ങളുടെ കാരണമായിട്ടാണ് എന്നൊരു ആരോപണവും കൂടെയുണ്ട്. അതെങ്ങനെ ശരിയാണോ? വാസ്തവമുണ്ടോ? ഇത് കണക്കുകളൊക്കെ കൂടെ ഒരു ചോദ്യം കൂടി ബാക്കിയുള്ള മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട്. അവിടെ ആരും പ്രസവിക്കാൻ തയ്യാറല്ലേ, സ്ത്രീകൾ പ്രസവിക്കാൻ തയ്യാറല്ലേ എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. നമ്മളിത് തമാശയായിട്ട് പറഞ്ഞെങ്കിലും ഇത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത്തരത്തിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ജനസംഖ്യാ വർധനവിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് അവർ കണക്കാക്കുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ, ജനസംഖ്യ കണക്കാക്കുന്ന രീതിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള വർധനവുണ്ട്. പിന്നെ കുടിയേറ്റം ഇതിലൊരു പ്രധാന ഘടകമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പലയിടങ്ങളിൽ, അസമിലൊക്കെ കുടിയേറ്റക്കാരെയൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പലരും ജയിച്ചുകൊണ്ടിരുന്നത് ഈ കുടിയേറ്റക്കാരുടെയും അനധികൃതമായി കുടിയേറിയിട്ടുള്ള ബംഗ്ലാദേശികളുടെയൊക്കെ വോട്ട് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന ജയിച്ചു പോകുന്ന ആളുകൾ ഇനി ഞങ്ങൾക്ക് വോട്ട് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ ഈ കുടിയേറ്റവും ഒക്കെ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഈ കണക്ക് വന്നിരിക്കുന്നത്. വലിയ രീതിയിൽ ജനസംഖ്യ കുറവ് 2025 അമേരിക്കയിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. അതിന് പ്രധാനമായിട്ടും പറയുന്നത് ട്രംപിന്റെ നയങ്ങളാണ് എന്നുള്ളതാണ്. ഇതിപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഡെയിലി ബീസ്റ്റ് എന്ന് പറയുന്ന സൈറ്റും ന്യൂയോർക്ക് പോസ്റ്റും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡെയിലി ബീസ്റ്റിൽ പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് US-നെ ജനസംഖ്യ വർധന ട്രംപ് നയങ്ങൾ കാരണമായിട്ട് കുറയുന്നു എന്നുള്ളതാണ്. ജനന നിരക്കിനേക്കാൾ കൂടുതലായി മരണം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം 5,19,000 ആയിരുന്നു ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുടിയേറ്റം 5,27,000 കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഈ അമേരിക്കൻ എന്റർപ്രൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് പ്രകാരം ഇവർ ഡെയിലി ബീസ്റ്റ് പറയുന്നുണ്ട്. ന്യൂയോർക്ക് പോസ്റ്റ് പറയുന്നത് മൊത്തം ജനസംഖ്യയിൽ ഏകദേശം ഒരു 6,000 പേരുടെ കുറവുണ്ട് എന്നുള്ളതാണ്. അമേരിക്കൻ എന്റർപ്രൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിശകലനം അനുസരിച്ച് 2025 US-ലേക്കുള്ള മൊത്തം അന്താരാഷ്ട്ര കുടിയേറ്റം ഈ വർഷം ഏതാണ്ട് -5,20,000 കുറയുമെന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ US സെൻസസ് റിപ്പോർട്ട് ചെയ്ത 5,19,000 ജനങ്ങളോടെ തന്നെ US-ൽ 6,000 പേരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇത് എന്ന് പറയുന്നത് ഏതാണ്ട് 250 വർഷത്തെ അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യത്തെ ജനസംഖ്യ ഇടിവാണ് എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളൊക്കെയും പറയുന്നത്. US-ലേക്കുള്ള മൊത്തം കുടിയേറി പാർക്കുന്നവർ ഏറെയുണ്ട്. അപ്പം നമ്മുടെ ആളുകൾ ഉൾപ്പെടെ അവിടെ ഉള്ളവരുണ്ട്. നമുക്കറിയാം, പ്രസിഡന്റ് ട്രംപ് വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലുള്ള ആളുകളെ, ഇന്ത്യൻസിനെയും ഉൾപ്പെടെ എല്ലാവരെയും നാട്ടിലേക്കൊക്കെ തിരിച്ചയച്ചിരുന്നു. പലരും അനധികൃതമായിട്ട് മതിയായ രേഖകളില്ലാതെ, ആവശ്യമായിട്ടുള്ള രേഖകളില്ലാതെ കുടിയേറിയിരുന്നവരാണ്. അവരെ കൊണ്ടുവന്ന രീതിയുമൊക്കെ വളരെ എന്താ പറയുക, വിവാദമായ കാര്യം, വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ US-ലേക്കുള്ള മൊത്തം കുടിയേറ്റം എന്ന് പറയുന്നത് ഏതാണ്ട് 2.8 ദശലക്ഷത്തിൽ നിന്ന് 1,15,000-നും ഈ നേരത്തെ പറഞ്ഞ ആ ഒരു കണക്കിനും ഇടയിലേക്ക് കുറയുമെന്നുള്ളതാണ് ഈ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. ഇത് താഴ്ന്ന നിലയിൽ പോലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് പറയുന്നത്. ഈ അമേരിക്കയുടെ ആഭ്യന്തര യുദ്ധകാലമുണ്ടല്ലോ, ആ ഒരു യുദ്ധകാലത്ത് ഏതാണ്ട് 7 ലക്ഷത്തോളം അമേരിക്കക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. മാത്രമല്ല ഈ COVID-19 പാൻഡമിക് സമയത്തും ഇത്തരത്തിൽ ആളുകൾ ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം അതെല്ലാം വെച്ച് നോക്കിയാൽ പോലും അവിടെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജനസംഖ്യ കുറവ് തന്നെയാണ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കണക്കുകൾ പ്രകാരമൊക്കെ പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫാമിലി സ്റ്റഡീസിന്റെ കണക്കനുസരിച്ചിട്ട് അടുത്ത 30 വർഷത്തിനുള്ളിൽ അമേരിക്കയുടെ ഫെർട്ടിലിറ്റി നിരക്ക് അത് ശരാശരി 1.6 ജനനങ്ങൾ മാത്രമായി ചുരുക്കപ്പെടും എന്നുള്ള ഒരു പ്രവചനം കൂടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതാണ്ട് ദേശീയ തലത്തിൽ ലൈംഗിക മാന്ദ്യം അമേരിക്കയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതൊരു പ്രധാന കാരണം തന്നെയാണ്. ആ ഒരു ജനസംഖ്യാ വർധന കൂടുമ്പോഴും നമ്മൾക്ക് ആശങ്കയുണ്ട്, ജനസംഖ്യാ വർധന കുറയുമ്പോഴും നമുക്ക് ആശങ്കയുണ്ട്. ഇതൊരു മതിയായ നിലയിൽ പോകണമല്ലോ, ഇല്ലെങ്കിൽ അതൊരു രാജ്യത്തിനെ ബാധിക്കുക തന്നെ ചെയ്യും.
അപ്പോൾ ഏതാണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള അതിർത്തി കടന്നുള്ള കുടിയേറ്റം, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ട്രംപുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയങ്ങളൊക്കെ വന്ന സമയത്ത് അനധികൃതമായി കുടിയേറ്റക്കാരെയൊക്കെ തിരിച്ച് അവരവരുടെ നാട്ടിലേക്കൊക്കെ പറഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ഈ നാട് കടത്തലൊക്കെ ഒരു പരിധി വരെ ഈ ഒരു ജനസംഖ്യ കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ഏതാണ്ട് പ്രസിഡന്റ് ട്രംപ് തൻ്റെ രണ്ടാമത്തെ ടേം ആരംഭിച്ചതിനു ശേഷം 2025 ആദ്യത്തെ 6 മാസം കൊണ്ട് US കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ 1.4 ദശലക്ഷം ആളുകളുടെ കുറവുണ്ടായതായിട്ടാണ് പ്യൂ റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ടുകൾ പറയുന്നത്. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം 1.6 ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാർ സ്വമേധയാ അമേരിക്ക വിട്ടുപോയതായിട്ട് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പും അറിയിച്ചിട്ടുണ്ട്. ഇതും കുടിയേറ്റ ജനസംഖ്യയിൽ വൻ കുറവിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. രണ്ടാം ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യത്തെ 200 ദിവസം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഫെഡറൽ ഇമിഗ്രേഷൻ അധികൃതർ 3,59,000-ലധികം അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുകയും 3,32,000 പേരെ നാടുകടത്തുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ട് വന്നു. പിന്നീട് പെട്ടെന്ന് ഇടിവുണ്ടായിട്ടും US കുടിയേറ്റക്കാരുടെ അനുപാതം ഇപ്പോഴും ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. ജനസംഖ്യയുടെ 15.4% വ്യത്യസ്ത രാജ്യങ്ങളിൽ ജനിച്ചവരുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ അമേരിക്കയെ പിടിച്ചുലയ്ക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് താരിഫുമായി ബന്ധപ്പെട്ടിട്ടാണ്. എല്ലാ രാജ്യങ്ങളിലും താരിഫ് അടിച്ചു കൊടുക്കുകയും ആ താരിഫ് സമ്മർദ്ദത്തിലൂടെ അവർക്ക് വഴക്കിയെടുക്കുക എന്നുള്ളതാണ്. മറ്റു രാജ്യങ്ങളെയൊക്കെ അമേരിക്കയുടെ നയങ്ങൾക്ക് വഴങ്ങാനായിട്ടുള്ള സമ്മർദ്ദത്തിൽ ഏർപ്പെടുത്തുക എന്നുള്ള രീതിയാണ് തുടർന്നു പോരുന്നത്. പക്ഷേ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ ട്രംപിന് ഉണ്ടായിരുന്ന പിന്തുണയൊക്കെ പോയി. സ്വന്തം പാർട്ടിയിൽ പോലും പിന്തുണ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പല നഗരങ്ങളിലും പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സേനയിറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ ഒരു കളി എന്ന് പറയുന്നത്. വരും കാലഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ ജനസംഖ്യ കുറയുമ്പോൾ അത് അമേരിക്കയെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. കുടിയേറ്റം ഏതാണ്ട് 96% കുറഞ്ഞത് തൊഴിൽ മേഖലയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കുമൊക്കെ വലിയ വെല്ലുവിളിയാണ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്യൂ റിസർച്ച് സെന്ററിൻ്റെയൊക്കെ ഒരു കണക്കെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് ഇടിവുണ്ടാക്കുന്ന ഒരു കാര്യം. പക്ഷേ എല്ലാവരും ആഗോളതലത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഇത് എങ്ങനെയായിരിക്കാം, പ്രിയൻ എന്താ തോന്നുന്നത്, എങ്ങനെയായിരിക്കാം ഇതെങ്ങനെ അമേരിക്കയെ ബാധിക്കാൻ പോകുന്നത്? ഇത് ഇത്രയും വലിയൊരു ശതമാനമാണ് ജനസംഖ്യ കുറയുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും അമേരിക്കയുടെ വികല നയങ്ങളാണ്. കാരണം നമുക്കറിയാം, ഈ പറയുന്ന 4ാം ഘട്ടത്തിൽ ജനസംഖ്യ വളർച്ചയുടെ 4ാം ഘട്ടത്തിലെത്തുമ്പോൾ ലോ ബർത്ത് റേറ്റും ലോ ഡെത്ത് റേറ്റും ആകും. അതാണ് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ജനസംഖ്യ ക്രമത്തിനെയൊക്കെ തന്നെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഈ പറയുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമാണത്. അപ്പോൾ ലോ ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സന്താനോൽപാദനം നടത്തില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താണ്? വർദ്ധിച്ചു വരുന്ന ചിലവ്. വികസിത രാജ്യമായാൽ കൂടി ഒരു കുട്ടിയെ വളർത്തുന്നതിൻ്റെ ചിലവ് കാരണവും ഒക്കെ അത് നിയന്ത്രിക്കപ്പെടാം. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഡെത്ത് റേറ്റാണ്. അതായത് വയസ്സായ ആൾക്കാർ മരിക്കില്ല. കാരണം മികച്ച ചികിത്സാ സമ്പ്രദായങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ നല്ല ഭക്ഷണം, നല്ല അന്തരീക്ഷം, ഇതെല്ലാം കാരണം എന്ത് ചെയ്യും? ഡെത്ത് റേറ്റും കുറയും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പൊട്ടൻഷ്യൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ്റെ എണ്ണം കുറയും. അതായത് ഈ പറയുന്ന പൊട്ടൻഷ്യലായിട്ടുള്ള, അതായത് ഈ പറയുന്ന വർക്ക് ചെയ്യുന്ന യൂത്ത് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു 20 വയസ്സ് മുതൽ ഏതാണ്ട് ഒരു 55 അല്ലെങ്കിൽ 50 വയസ്സ് വരെയുള്ളതായിരിക്കും. ബാക്കിയുള്ളത് മിക്കവാറും ജോലി ചെയ്യാൻ റിട്ടയർമെൻ്റ് ഒക്കെ ആയിട്ടിരിക്കും. ഇതിന് പരമാവധി 60 വയസ്സെന്ന് കൂട്ടിയാൽ പോലും. അപ്പോൾ അത്രയും വരുന്ന ജനസംഖ്യ മാത്രം വെച്ചിട്ട് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ വലിയ പോപ്പുലേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും വലിയ അസറ്റ് വർക്കിംഗ് പോപ്പുലേഷൻ വലിയ ശതമാനമുണ്ട് എന്നുള്ളതാണ്. അതായത് വയസ്സായവർ ദീർഘകാലം ജീവിക്കുന്നത് ഇന്ത്യയിലില്ല, അത് കുറഞ്ഞു വരിക കേരളത്തിലാണ് കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ യുവാക്കളുടെ നിര വലിയതായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ യൂത്ത്,
അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ടാണ് ഈ എക്കോണമി ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ അമേരിക്കയുടെ സ്ഥിതി അതല്ല. അപ്പോൾ അങ്ങനെയുള്ളതും കൂടെ കൊണ്ട് ഈ ട്രംപിൻ്റെ വികല നയങ്ങൾ അമേരിക്കയുടെ പുരോഗമനത്തിന് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.